ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ടേസ്റ്റിയും സ്പൈസിയുമായ അവൽ മിക്സ്ചർ അഥവാ പൊഹാ ചിവിടയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്ക് കൂടിയാണ് ഇത്. വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടും അതിലേറെ ഹെൽത്തിയുമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. കൂടാതെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് അവൽ മിക്സ്ചർ അഥവാ പൊഹാ ചിവിട. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള അവൽ മിക്സ്ചറിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ റൂബീസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമന്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. അവൽ മിക്സ്ചർ അഥവാ പൊഹാ ചിവിടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവൽ 2 കപ്പ്, കപ്പലണ്ടി 1 കപ്പ്, പൊട്ടുകടല 3/4 കപ്പ്, കറിവേപ്പില 1 കപ്പ്, ഗ്രീൻ പീസ് 1/2 കപ്പ്, പച്ചമുളക് 3 എണ്ണം, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. മുളക് പൊടി 3/4 ടീസ്പൂൺ, കായപ്പൊടി 1 ടീസ്പൂൺ. ആദ്യം തന്നെ നമുക്കൊരു കടായി എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് നമുക്ക് അവല് അല്പമായി ഇട്ട് കൊടുക്കാം. അവല് ഇങ്ങനെ ഇട്ട് കൊടുത്ത് വറുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കരിഞ്ഞു പോകത്തില്ല. നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ അവൽ വറുത്തെടുത്ത ശേഷം നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടുത്തത് പൊട്ടുകടല ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ശേഷം കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ശേഷം പച്ചമുളക് ഇട്ട് നന്നായിട്ട് വറുത്ത കോര, ഞാൻ പറഞ്ഞു ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാൻ മതിയാകും. നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. എല്ലാം നല്ലതായി വറുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അതിനായി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ആദ്യം വറുത്ത് വച്ചിരിക്കുന്ന അവലിനെ ഇട്ട് കൊടുക്കാം. ശേഷം പൊട്ടുകടല വറുത്ത് വച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ പൊട്ടുകടല, കപ്പലണ്ടി, കറിവേപ്പില, ഗ്രീൻ പീസ്, പച്ചമുളക് എന്നിവ ഓരോന്നോരോന്നായി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് അല്പം സ്പൈസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് മധുരം വേണമെന്നുള്ളവരാണ്, ഇതിൻ്റെ കൂട്ടത്തിൽ മധുരം ചിലർ മധുരം യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ 1 സ്പൂണ് പഞ്ചസാര കൂടി ചേർത്താൽ മതിയാവും. എനിക്ക് സ്പൈസി ആയി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ സ്പൈസി ആയിട്ടാണ്, അതായത് പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഈ മിക്സ്ചറിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ഇടുന്നില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ച് ഞാനൊന്ന് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സൂപ്പർ ടേസ്റ്റിലുള്ള അവൽ മിക്സ്ചർ അഥവാ പൊഹാ ചിവിട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ചൂട് ചായക്കൊപ്പമോ അല്ലെങ്കിൽ കട്ടൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. സൂപ്പർ കോമ്പിനേഷനാണിത്. പെട്ടെന്നൊരു അതിഥി വരികയാണെങ്കിൽ, സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ നമുക്ക് ചായക്ക് ഒന്നുമില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് കൂടിയാണിത്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്നതിനേക്കാൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് എളുപ്പത്തിൽ ഈ മിക്സ്ചർ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കാനും മറന്നു പോകരുത്. കൂടെ തന്നെ ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.